കുഞ്ചാക്കോ ബോബൻ റോക്സ് എന്നാണ് പറയാൻ തോന്നുന്നത്. പക്ഷേ എത്ര ദിവസത്തേക്ക് പുള്ളിനി എപ്പോൾ മാപ്പ് പറയും, അല്ലെങ്കിൽ എപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് പറഞ്ഞതൊക്കെ പിൻവലിക്കും എന്നറിയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയാൻ തോന്നുന്നത്. നമസ്കാരം. നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ മലയാളത്തിലെ സിനിമാ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ ഒരു സമരമൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനവർ കാരണമായി പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഒന്ന്, താരങ്ങൾ പ്രതിഫല തുക വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതും, രണ്ട്, ഗവൺമെൻറ്റിൻ്റെ ടാക്സ് വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതുമായിരുന്നു. കാരണം പ്രൊഡ്യൂസേഴ്സിന് ഭയങ്കര നഷ്ടം കാരണം സിനിമ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഗവൺമെൻറ് ടാക്സ് വെട്ടിക്കുറയ്ക്കണം എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ കേരള ഗവൺമെൻറ്റാണ് ഇതിലൊരു ടാക്സ് വെട്ടിക്കുറയ്ക്കലിന് തയ്യാറാവേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു സമരമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ സമരവുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ പോയി പണി നോക്കാൻ അവിടുന്ന് പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മാത്രമല്ല, ഒരു സിനിമയ്ക്ക് പണം മുടക്കുന്ന ആൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി ടാക്സ് വെട്ടിക്കുറയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ ഇന്ന് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ, നമ്മളിപ്പോൾ മറ്റേതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഞായറാഴ്ചകളിൽ അവധിയുണ്ട്, കൃത്യമായൊരു ടൈം അവർക്കുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകും, അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ രാപ്പകൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും അർദ്ധരാത്രി വരെ ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ പണി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഇന്നും ആളുകൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ടാക്സ് വെട്ടിക്കുറച്ച് തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൂടി ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ളൊരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നെനിക്ക് പറയണമെന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. താരങ്ങൾ പ്രതിഫല തുക വെട്ടിക്കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ താരങ്ങളാണ് പ്രതിഫല തുക വെട്ടിക്കുറച്ച് പ്രൊഡ്യൂസേഴ്സ്, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനോട് സഹകരിക്കേണ്ടത് എന്നോ, എത്ര രൂപ വരെ താരങ്ങൾക്ക് പ്രതിഫലം ചോദിക്കാം, അതായത് ഇത്ര സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഒരു താരമാണെങ്കിൽ, അല്ലെങ്കിൽ OTT വാല്യൂ ഉള്ള ഒരു താരമാണെങ്കിൽ അയാൾ ഇത്ര രൂപ വരെ ചോദിച്ചോട്ടെ എന്ന് പറയുന്നൊരു ലെവലോ സീലിങ്ങോ ഒന്നും ഇവർ പറയുന്നില്ല. എല്ലാം ഒന്ന് വെട്ടിക്കുറയ്ക്കണം, മൊത്തത്തിൽ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. ഞാനപ്പോൾ എൻ്റെ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫിലിം ചേംബറിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കി. ഫിലിം ചേംബറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൽ എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ആർ ടു പ്രൊമോട്ട്, എയ്ഡ്, ഹെൽപ്പ്, encourage and develop the production, distribution, exhibition and all other branches of Indian film or motion picture industry in all possible ways in India. എല്ലാത്തരം ചലച്ചിത്ര നിർമ്മാണ പ്രദർശന പരിപാടികളെയും സഹായിക്കുക, പ്രൊമോട്ട് ചെയ്യുക, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ അഭിനേതാക്കൾ ഉൾപ്പെടില്ലേ, മറ്റ് ടെക്നീഷ്യൻസ് ഉൾപ്പെടില്ലേ? സിനിമ എന്ന് പറയുമ്പോൾ ഈ അഭിനേതാക്കളും ടെക്നീഷ്യൻസും ചേർന്നാണല്ലോ ഇത് നിർമ്മിക്കുന്നത്. പ്രൊഡ്യൂസർ അതിലേക്ക് പണം മുടക്കുന്ന ആളാണ്, അതിനാവശ്യമായ പണം മുടക്കുന്ന ആളാണ്. അപ്പം സിനിമയെ വളരെയധികം പ്രൊമോട്ട് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഫസ്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ്, ദി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, ദി അപെക്സ് ബോഡി ഓഫ് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1956. 1956 അവരുണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. അപെക്സ് ബോർഡാണ്, അത്രയും പവർഫുൾ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിർമ്മാതാക്കളും പ്രദർശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും മാത്രം മതിയോ? കാരണം ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന ടാബിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുക പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ്, അതിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതിലും കുറച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, എക്സിബിറ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നമുക്ക് എക്സിബിറ്റേഴ്സിൻ്റെ തിയേറ്റർ ഓണേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടെക്നീഷ്യൻസ് ഇല്ല, അഭിനേതാക്കളില്ല. അഭിനേതാക്കൾ എന്തുകൊണ്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1956 ഫിലിം ചേംബർ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടം എടുത്ത് നോക്കിയാലും പോട്ടെ, ഒരു 20 കൊല്ലം മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിർമ്മാതാക്കൾ എന്ന് പറയുന്നവർ തന്നെയാണ് നിർമ്മാതാക്കളായിട്ട് വരിക. പക്ഷേ ഇന്ന് ഒരുപാട് അഭിനേതാക്കൾ നിർമ്മാതാക്കളായിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ എത്ര അഭിനേതാക്കൾ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവർക്ക് ഇനി എന്തെങ്കിലും നിയമമുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ കൂടി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അഭിനേതാക്കൾ നിർമ്മാണ മേഖലയിലേക്ക് വരികയും ഒരുപാട് സിനിമകൾ അങ്ങനെ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അഭിനേതാക്കൾ ഉണ്ടാവണ്ടേ? നമ്മൾ ആരെയും അവിടെ കാണുന്നില്ലല്ലോ. ശരി, വേണ്ട, നിർമ്മാതാക്കളുടെ സംഘടന, ഞങ്ങളൊക്കെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിർമ്മാണം മാത്രം ചെയ്യുന്നവർക്കുള്ള സംഘടന എന്നുള്ള രീതിയിലായിക്കോട്ടെ. പക്ഷേ അഭിനേതാക്കൾ നിർമ്മാതാക്കളായിട്ട് വരുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ എന്തുകൊണ്ട് ഈ പറയുന്ന അഭിനേതാക്കളില്ല? നിർമ്മാണ മേഖലയുമായി അസോസിയേറ്റ് ചെയ്യുന്ന അഭിനേതാക്കൾ ഈ സംഘടനയിൽ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതല്ലേ? ടെക്നീഷ്യൻസ് എത്ര പേരുണ്ട്, എത്ര സംവിധായകരുണ്ട്, എത്ര സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്, എത്ര ആളുകളുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സിനിമയെ അറിയുന്ന? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് സിനിമയെ പ്രൊമോട്ട് ചെയ്യുക, എയ്ഡ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യവും വ്യക്തമായ ധാരണയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതെന്നാണ്. ഞാനിതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത് നോക്കുമ്പോഴും അല്ലാതെ ഇതിൻ്റെ ഓഫീസ് ബെയറേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴും അതിലുള്ള പല ആളുകളും 3 സിനിമ 4 സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ വരെ
ഇതിൻ്റെ തലപ്പ് തിരിപ്പുണ്ട്. 3 സിനിമ 4 സിനിമ എന്ന് പറയുന്നത് 2010 മുമ്പ് സിനിമകൾ ചെയ്തിട്ടുള്ള ആളുകൾ വരെ ഇതിൻ്റെ തലപ്പ് തിരിപ്പുണ്ട്. 2010 നിന്ന് 2024 എത്തുമ്പോൾ മലയാള സിനിമ ലോക സിനിമ തന്നെ മാറി, മലയാള സിനിമ മാറി, ടെക്നിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയി, ഒരുപാട് ക്രിയേറ്റീവ് മെത്തേഡ്സ് നമ്മൾ പരീക്ഷിക്കാൻ തുടങ്ങി, പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി നിർമ്മാണ ചെലവ് കൂടാൻ തുടങ്ങി. ഇപ്പോൾ എമ്പുരാൻ മലയാളത്തിൽ ഏറ്റവും നിർമ്മാണ ചെലവുള്ള ഒരു സിനിമയായി അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ ആ സിനിമയുടെ സംവിധായകനും അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നയാളും സിനിമയ്ക്ക് വേണ്ടി, സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുടെ നിർമ്മാണ ചെലവ് വളരെ കൂടിയ നിലയിലാണ്. അതിൻ്റെ അർത്ഥം ക്വാളിറ്റിയുള്ളൊരു സിനിമ ഉണ്ടാക്കാൻ ഇത്രയും പണം ചെലവഴിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രി മാറുമ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പെക്സ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് നിൽക്കുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയി നോളജുള്ള ആളുകൾ ഉണ്ടാവണ്ടേ. ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ചില പേരുകൾ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവർ ഇതിനകത്ത് കയറിയിരിക്കാൻ അർഹരല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എക്സിബിറ്റേഴ്സും മാത്രം ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇങ്ങനൊരു ഗ്രൂപ്പ്? ഇതിലൊരു പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരൊരു സമരമൊക്കെ പ്രഖ്യാപിച്ചല്ലോ. ആ സമയത്ത് ആൻ്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം, പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂർ. അദ്ദേഹം ഈ സമരത്തിനെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ബഡ്ജറ്റൊക്കെ വിളിച്ചു പറയാൻ ആരാണ് അവകാശം നൽകിയതെന്നുള്ള ന്യായമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിനെ പിന്തുണ അറിയിച്ച് മുന്നോട്ട് വന്നത് മലയാളത്തിൻ്റെ മോഹൻലാലാണ്. അതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഒരു ദേശീയ തലത്തിലേക്ക് വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന അഭിനേതാവാണ്, അല്ലെങ്കിൽ സംവിധായകനാണ്. അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. മറ്റൊരുപാട് അഭിനേതാക്കൾ, താരങ്ങളുടെ സംഘടന ഒക്കെ ഇതിനെ പിന്തുണ അറിയിച്ചു വന്നു. പക്ഷേ ആ പോസ്റ്റിനെ ആൻ്റണി പെരുമ്പാവൂരിന് പിൻവലിക്കേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ലോബിക്കെതിരെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. മലയാളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അഭിനേതാക്കൾ വരെ സപ്പോർട്ട് അറിയിച്ചിട്ടും ആൻ്റണി പെരുമ്പാവൂരിന് പിന്മാറേണ്ടി വന്നു. ഇത്രയധികം ലാഭം ഉണ്ടാകുന്ന, ഇത്രയും ഹൈപ്പ് ഉണ്ടാകുന്ന എമ്പുരാനെ വരെ തകർക്കാൻ അവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റുമെങ്കിലല്ലേ ആൻ്റണി പെരുമ്പാവൂരിന് പോസ്റ്റ് പിൻവലിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സോ എന്തുകൊണ്ട് അത് അത്രയും വലിയൊരു ഫോഴ്സ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലൊരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമ നിർമ്മിക്കുക, അത് വിതരണം ചെയ്യുക, അത് പ്രദർശിപ്പിക്കുക, ഈ 3 കൂട്ടരും ഒരു കൂട്ടമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത്തരം ഒരു ലോബിയിങ് പരിപാടി അത് ഏതൊരു ഇൻഡസ്ട്രിക്കും നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. നമ്മൾ നേരത്തെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞതുപോലത്തെ ഒരു പരിപാടിയല്ലേ അത്. ആൻ്റണി പെരുമ്പാവൂരിനെ പോലൊരു പ്രൊഡ്യൂസറിന് സ്വതന്ത്രമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വരെ വിലക്കുന്ന രീതിയിൽ ഇത്തരം ഒരു സംഘത്തിന് നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ. എനിക്ക് തോന്നുന്നൊരു ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഓരോ 10 വർഷം കൂടുമ്പോഴും പുതിയ ടെക്നോളജീസ് വരികയും പുതിയ മാർക്കറ്റിംഗ് രീതികൾ അവലംബിക്കപ്പെടുകയും പുതിയ നിർമ്മാണ രീതികൾ അവലംബിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്ന 10 വർഷം, അതായത് ഓരോ വർഷവും കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ അതിൽ ഒരു സിനിമ പോലും നിർമ്മിച്ചിട്ടില്ലാത്ത, ഒരു സിനിമയുടെ പോലും നിർമ്മാണത്തിലോ വിതരണത്തിലോ പ്രദർശനത്തിലോ പങ്കാളിയല്ലാത്ത ആളുകളെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വർഷവും ഫിൽട്ടർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയായി, ഒരു ഗ്രൂപ്പായി അതിന് മാറാൻ പറ്റുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സിൻ്റെ സിനിമാ രംഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല ആർജവങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്കിവിടെ ചലച്ചിത്ര അക്കാദമി ഉണ്ട്, KSFDC ഉണ്ട്. ഇതൊന്നും കൂടാതെ മറ്റൊരു പവർഫുൾ ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യകത കേരള ഗവൺമെൻറ്റിനുണ്ട്. സിനിമയെ സംരക്ഷിക്കുക, പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉദ്ദേശമെങ്കിൽ, നമുക്ക് ഈ പറയുന്ന ഇപ്പം IFFK നടത്തി സിനിമ വിദ്യാഭ്യാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, മികച്ച സിനിമകൾ ഉണ്ടാവാൻ വേണ്ടി അത്തരം സിനിമകൾ നിർമ്മിക്കുകയും അതിന് സ്ക്രീനുകൾ കൊടുക്കുകയും ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു എക്സ്ട്രാ ഫിലിം ചേംബറിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ള എൻ്റെ ഒരു ചെറിയ സംശയമാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ്, ഒരു പാനൽ, അത് ഫിലിം ചേംബറിന് അനിവാര്യമല്ലേ. ഇനി നമുക്ക് കുഞ്ചാക്കോ ബോബനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബൻ റോക്സ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മാസത്തെ സിനിമകളുടെ കണക്കുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, നോക്കൂ, ഈ നാട്ടിലുള്ള ഏതൊരു അസോസിയേഷൻ എടുത്ത് നോക്കൂ. ഇപ്പം സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സ് ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. ആ അസോസിയേഷൻ എല്ലാ മാസവും അവരുടെ മെമ്പേഴ്സായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ഓണേഴ്സിൻ്റെ വരുമാന കണക്കുകൾ, അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ നഷ്ടത്തിലാണെന്നുള്ളത് പബ്ലിക് ആക്കുകയാണെന്ന് വിചാരിക്കൂ. അത്
അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പോട്ടെ, നമ്മളിപ്പോൾ പടക്കക്കച്ചവടക്കാരുടെ ഒരു അസോസിയേഷൻ ആണെന്ന് വിചാരിക്കും. ഓരോ പടക്കക്കച്ചവടക്കാരനും എത്ര രൂപ മുടക്കിയെന്നും എത്ര രൂപ കിട്ടിയെന്നും പബ്ലിക് ആക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. ആ അസോസിയേഷൻ നിലകൊള്ളുന്നത് അസോസിയേഷൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ലാഭനഷ്ട കണക്കുകൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമായിരിക്കും ഈ പരിപാടി നടക്കുന്നുണ്ടാവുക. തിയേറ്ററിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ വരെ കളക്ഷൻ കുറവാണ് എന്ന് വിളിച്ചു പറഞ്ഞ് കോൾമയർ കൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മാസത്തെ കണക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ കുഞ്ചാക്കോ ബോബൻ കൂടി ഭാഗമായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ, അതിന് 13 കോടി രൂപ ചെലവും 11 കോടി രൂപ കളക്ഷനും കിട്ടി. അതുകൊണ്ട് ആ സിനിമയും ലാഭമായിട്ടില്ല, ഫെബ്രുവരി മാസം നഷ്ടമാസമാണ് എന്നൊക്കെ പത്രമാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പാകത്തിന് ഇട്ട് കൊടുത്തൊരു കണക്കായിരുന്നു അത്. എനിക്കും അതിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം 20-ാം തീയതി റിലീസായ ഒരു പടത്തിൻ്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ശരിയാണോ? കാരണം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും, അതായത് ഈ കണക്ക് പുറത്തു വരുന്ന ദിവസം പോലും ആ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു പരാജയ ചിത്രമാണോ? നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ പുറത്തുവിട്ട കണക്ക് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കുഞ്ചാക്കോ ബോബൻ പറയുന്നത്, മുടക്കുമുതലിനെ പറ്റിയോ വിജയത്തെ പറ്റിയോ സംസാരിക്കേണ്ടത് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളാണ്, ഞാനോ സംഘടനാ ഭാരവാഹികളോ അല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് 13 കോടി അല്ല, അതിനേക്കാൾ വളരെ കൂടുതലാണ്. നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് 11 കോടി രൂപയല്ല, അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ ആയിരിക്കും. 11 കോടി രൂപ എന്ന് സംഘടനയുടെ പ്രതിനിധികൾ പറഞ്ഞത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കും. എന്നാൽ അങ്ങനെ ലഭിച്ച തുക പോലും 11 കോടിയിൽ കൂടുതലാണ്. അവരുടെ കണക്ക് കൃത്യവുമല്ല, വ്യക്തവുമല്ല. കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായി പറയണം, അറിയാൻ പാടില്ലെങ്കിൽ പറയാൻ പോരുത് എന്നുള്ളത് വളരെ നീറ്റായിട്ട് പുള്ളി പറഞ്ഞു എന്നേ ഉള്ളൂ. ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് 13 കോടി രൂപയിൽ കൂടുതലാണ് എന്നുള്ളത് ആ സിനിമയുടെ തന്നെ നിർമ്മാതാവ് കൃത്യമായ കണക്കുകളും പേപ്പേഴ്സും ഒക്കെ ഈ അസോസിയേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവർ അവതരിപ്പിച്ചതാണ്. പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്ര രൂപയ്ക്കുള്ളിൽ തീർന്ന സിനിമയായിരിക്കാം എന്നൊരു വേഗ് ഐഡിയ ആണോ അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കായിട്ട് പുറത്തു വിടുന്നത്? അങ്ങനെയാണെങ്കിൽ അത് എത്ര ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ്. അതത് സിനിമയുടെ നിർമ്മാതാക്കൾ, ഇത് പറയുമ്പോണ്ടല്ലോ കുറേ കമൻസ് വരാറുള്ളത്, ആ സിനിമയുടെ നിർമ്മാതാക്കൾ കൂടി ഭാഗമായിട്ടുള്ള സംഘടനയാണ് കണക്ക് പുറത്തു വിട്ടത്, നിനക്കെന്താണ് എന്നുള്ളതാണ്. അങ്ങനെ കമൻറ്റ് ഇടാൻ മാത്രം നിർമ്മാതാക്കളുടെ സംഘടനയെ സ്നേഹിക്കുന്നവർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്ര കോടിയേ ഇതിന് മുടക്കേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എങ്ങനെയാണ് അപ്പോൾ കണക്കെടുക്കുന്നത്? അങ്ങനെ കൃത്യമായി കണക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു സിനിമയെക്കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറയാനുള്ള അവകാശം അവർക്ക് ആരാണ് കൊടുക്കുന്നത്? അസോസിയേഷൻ്റെ ബൈലോയിൽ അത് പറയുന്നുണ്ടോ? ഇനി കുഞ്ചാക്കോ ബോബൻ പറയുന്ന പോലെ സിനിമ റിലീസായി പിന്നീട് അതിൻ്റെ പ്രൊമോഷനും ഒക്കെ പണം ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിനിമ തിയേറ്ററിൽ ഓടുന്തോറും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ തിരിച്ചു കിട്ടിയത് 11 കോടിയല്ല, അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിലെ കണക്കെന്ന് പറയുമ്പോൾ 20-ാം തീയതി റിലീസായ സിനിമയുടെ 28-ാം തീയതി വരെയുള്ള കളക്ഷനല്ലേ അവർ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ കണക്ക് പുറത്തുവിടുന്നത് മാർച്ച് 20-ാം തീയതിയോട് അടുത്താണ്. അതായത് ഏകദേശം ഒരു മാസത്തോളമുള്ള കണക്ക് അവർ പറയുന്നില്ല. കേരളത്തിൽ നിന്ന് മാത്രം കിട്ടിയ കളക്ഷൻ പോലും 11 കോടിയുടെ ഇരട്ടിയായിരിക്കും. അതായത് 22 കോടിയിൽ കൂടുതലാണ് എന്ന് കുഞ്ചാക്കോ ബോബൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. ചിത്രം 50 കോടി ക്ലബ്ബിൽ കയറി എന്നാണല്ലോ അവകാശവാദം എന്ന ചോദ്യത്തിന് കോടി ക്ലബിൻ്റെ അടിസ്ഥാനം മൊത്തം സിനിമയുടെ കളക്ഷനാണ്. തിയേറ്റർ ഉടമകൾക്ക് നൽകിയ വിഹിതവും സർക്കാരിലേക്ക് അടച്ച ടാക്സും ഉൾപ്പെടെയുള്ള തുകയാണത്. അതായത് നിർമ്മാതാക്കൾക്ക് കിട്ടിയതും ഗവൺമെൻറ്റിന് കിട്ടിയ ടാക്സും കൂടി ചേരുമ്പോഴാണ് ഇവർ ഈ 50 കോടി 100 കോടി എന്ന് പറയുന്നത്. ഞങ്ങളുടെ സിനിമ ഏതാണ്ട് 30 കോടിയോളം രൂപ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഇതുവരെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഒരു ഇൻ്റർവ്യൂ വരുന്നത് 23-ാം തീയതിയാണ്, അന്ന് വരെയുള്ള കണക്കായിരിക്കാം. കേരളത്തിൽ നിന്ന് മാത്രം 30 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തുള്ളതും അതനുസരിച്ച് കൂടുതലായിരിക്കുമല്ലോ. കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ ചിത്രം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ കളക്ഷൻ കൂടി കണക്കാക്കുമ്പോൾ ഉറപ്പായും 50 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകും. OTT, സാറ്റലൈറ്റ്, ഓഡിയോ റൈറ്റ്, ഡബ്ബിംഗ് റൈറ്റ് തുടങ്ങിയവയുടെ വിൽപ്പനയിലൂടെ ലഭിച്ച വലിയ തുകകളും ഇതിനോടൊപ്പം വരില്ലേ? അതൊക്കെ എന്താണ് ഇവർ കണക്കിൽ ഉൾപ്പെടുത്താത്തത്? നിർമ്മാതാവിന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം വരുന്നതെന്ന് അറിയാത്തവരാണോ സംഘടനയുടെ പ്രതിനിധികൾ? ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 2010 ശേഷം സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എത്ര പ്രൊഡ്യൂസേഴ്സ് ഈ പറയുന്ന അസോസിയേഷൻ്റെ ഭാരവാഹികളായി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ 2020 ശേഷം ഒരു സിനിമയെങ്കിലും ചെയ്തിട്ടുള്ള എത്ര പേർ ആ കൂട്ടത്തിലുണ്ട് എന്നൊന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത്തരം വിൽപ്പനകളിലൂടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് എത്ര രൂപ ലഭിച്ചിട്ടുണ്ടാവും എന്ന ചോദ്യത്തിന് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഈ സിനിമ മുടക്കുമുതലിൻ്റെ 3/4 പങ്കും തിരിച്ചു പിടിച്ചിരുന്നു. 13 കോടി രൂപ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, അതിൽ കൂടുതലാണെന്ന് കുഞ്ചാക്കോ ബോബൻ പറയുന്നു. നമുക്കൊരു 15 കോടി പിടിക്കാം. 15 കോടി മുടക്കിയിട്ടുള്ളൊരു സിനിമയുടെ 75% എന്ന് പറയുമ്പോൾ എറൗണ്ട് ഒരു 9-10 ലക്ഷം രൂപയായിരിക്കും. അത്രയും തുക സിനിമ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവണം. സിനിമയുടെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മറ്റു പല റൈറ്റ്സും ആ സമയത്ത് വിറ്റുപോയിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ്ട് 10 കോടിക്കടുത്ത് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും കിട്ടിയിട്ടുണ്ടാവണം. നെറ്റ്ഫ്ലിക്സ് പോലൊരു കമ്പനി ഇത്തരം ഒരു സിനിമ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബൻ ഭാഗമായിട്ടുള്ള മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ സാന്നിധ്യമുള്ള ഷാഹി കബീർ തിരക്കഥ ഒരുക്കിയിട്ടുള്ള മുൻ സിനിമകൾ അവരെടുത്തതൊക്കെ നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും
ഈ സിനിമ ഒരു നല്ല റേറ്റിന് തന്നെയായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അത് ഉൾപ്പെടുത്താതെ സിനിമയ്ക്ക് കിട്ടിയ പ്രൊഡ്യൂസറിന് കിട്ടിയ പൈസ എന്ന് പറഞ്ഞ് ഇവർ തോന്നിയ പോലെ ഒരു കണക്ക് പുറത്തു വിടുക എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ്. റിലീസ് ചെയ്ത് 3-ാമത്തെ ദിവസം ലാഭത്തിലേക്ക് കടന്ന ചിത്രമാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് ഏകദേശം ശരിയായിരിക്കും. 10 കോടി രൂപയ്ക്ക് അടുത്ത് ഇത് മറ്റ് റൈറ്റ്സ് എന്നൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും, അതായത് 8 ദിവസത്തെ കളക്ഷൻ തന്നെ 11 കോടിയാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നത്. അപ്പോൾ 3 ദിവസം കൊണ്ട് കവർ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. OTT സാറ്റലൈറ്റ് ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണല്ലോ നിർമ്മാതാക്കൾ പറയുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, ആരാണ് അതിന് കാരണക്കാർ? നിർമ്മാതാക്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. ഇത്തരം കച്ചവടങ്ങളുടെ മാനദണ്ഡം 3 കാര്യങ്ങളാണ്. 1, താരങ്ങളുടെ സാന്നിധ്യം. 2, സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയക്കണക്ക്. 3, സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. ഈ 3 കാര്യങ്ങളാണ് OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് വിറ്റ് പോകുന്നതിൽ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് കുഞ്ചാക്കോ ബോബൻ പറയുന്നു. താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയക്കണക്ക്. മുൻകാല ചിത്രങ്ങൾ വിജയമാവുമ്പോൾ സ്വാഭാവികമായും അവരവരുടെ റേറ്റ് കൂട്ടി പറയും. അല്ലാതെ പ്രൊഡ്യൂസറിന് കൂടുതൽ കാശ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യ സിനിമയ്ക്ക് വാങ്ങിച്ച അതേ പൈസ തന്നെ 2-ാമത്തെയും 3-ാമത്തെ സിനിമയ്ക്ക് വാങ്ങിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പ്രേം നസീർ കാരവനി കിടക്കാതെ പുറത്ത് കിടന്നുറങ്ങിയ കഥയൊക്കെ പറയും. പ്രേം നസീർ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒലക്കെടുത്തടിച്ചേനെ. അന്നോ അതിന് സാധിച്ചില്ല, ഇപ്പോഴും നീ ഒന്നും അനുവദിക്കുന്നില്ലേ എന്നായിരിക്കും പുള്ളി ചോദിക്കുക. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് 3-ാമത്തത്. നല്ല പ്രൊഡക്ഷൻ, നല്ല ക്വാളിറ്റിയിൽ ഒരു ഔട്ട്പുട്ട് ഇറക്കണമെങ്കിൽ നല്ല കാശ് ഇറക്കണമെന്നേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കറക്റ്റായി വന്നാലേ OTT എടുക്കുള്ളൂ. അല്ലാതെ ചപ്പളാച്ചി പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് കണ്ടിരിക്കാൻ പോലും കൊള്ളില്ല സിനിമ ഉണ്ടാക്കിയിട്ട് OTT-കാരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവർ പോയി പണി നോക്കാൻ പറയും. താരങ്ങളെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ട് അവർ നായകന്മാരാണെന്ന് പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് ഡിജിറ്റൽ കച്ചവടങ്ങൾ നടത്തി പറ്റിച്ചത് ആരാണ്? ഏതോ സിനിമയ്ക്കിട്ട് കൊള്ളിക്കുന്നത് പോലെയുണ്ട്. ശരിയാണ്, എത്രയോ തല്ലിപ്പൊളി പടങ്ങൾ OTT-കാരുടെ തലയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ചില സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഇത് അവരുടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഏറ്റവും ലോക്കൽ പടങ്ങളേക്കാൾ ഏറ്റവും ലോക്കൽ അങ്ങനത്തെ പടങ്ങൾ വരെ അവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ ഒരു കോൺടാക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ സമയത്ത് കുറേ ഏജൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ട്. ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ സോണി ലിവിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു സിനിമ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഏജൻസ് ത്രൂ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യും എന്നൊക്കെ പറയുന്ന കുറേ പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ആരൊക്കെയോ ചേർന്ന് കോർപ്പറേറ്റ് കമ്പനികളെ പറ്റിച്ചതാണ്. അങ്ങനെ പറ്റിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ കുറേയും കൂടി ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. 10 കോടിയുടെ പടം എന്ന് പറഞ്ഞ് 3 കോടിയുടെ ക്വാളിറ്റി ഇല്ലാതെ പടം പിടിച്ച് ഡിജിറ്റൽ പാർട്ട്ണർമാരെ പറ്റിച്ചത് ആരാണ്? ആരായിരിക്കും? അവരുടെ വിശ്വാസ്യത കളഞ്ഞു കുളിച്ചത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് ക്വാളിറ്റിയുള്ള ചിത്രങ്ങളുമായി ചെന്നാൽ പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമകൾ വാങ്ങാത്തത്. അതാണ് മറ്റേ പഴഞ്ചൊല്ല്, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും അത് തന്നെ, തണുത്ത വെള്ളം കണ്ടാലും അറയ്ക്കുന്നു പറയില്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും താരങ്ങൾ ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നത് ന്യായമല്ലേ? നമുക്കും തോന്നുന്നൊരു ചോദ്യമാണ്. അതിന് കുഞ്ചാക്കോ ബോബൻ്റെ മറുപടി ഇങ്ങനെയാണ്: പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ ചിത്രത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും അവരെടുത്തോട്ടെ. കേരളത്തിന് പുറത്തെയും വിദേശത്തെ കളക്ഷനും OTT സാറ്റലൈറ്റ് തുടങ്ങിയ വകയിൽ കിട്ടുന്ന പണവും എനിക്ക് തന്നാൽ മതി. അങ്ങനെ കിട്ടുന്ന തുക ഇവർ കണക്കിൽ കൂട്ടുന്നില്ലല്ലോ. ഇതൊരു ഭയങ്കര ആർഗ്യുമെൻ്റാണ്. അതായത് കേരളത്തിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ വെച്ചാണ് സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അങ്ങനെ ലാഭമാകാത്തത് കൊണ്ട് താരങ്ങൾ പ്രതിഫല തുക കുറയ്ക്കണം എന്ന് പറയുന്നു. പ്രതിഫലമേ വാങ്ങുന്നില്ല. കേരളത്തിന് പുറത്ത് വലിയ പൈസ കിട്ടുന്നില്ല, OTT-കാർ ഈ സിനിമ എടുക്കുന്നില്ല, ഓവർസീസിന് പൈസ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ഒരു പരാതി പറയുന്നത്. ശരി, ആ കിട്ടുന്നില്ല എന്ന് പറയുന്ന പൈസ എനിക്ക് തന്നോളൂ. ഇത് പറയുമ്പോൾ കുഞ്ചാക്കോ ബോബൻ ഉറപ്പുണ്ട് ആ സിനിമയുടെ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ്റെ എത്രയോ മടങ്ങ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് വന്നോളും എന്നുള്ളത്. കാര്യം കഥ കേട്ട് നല്ല ടെക്നീഷ്യൻസ് ഉള്ള, നല്ല രീതിയിൽ ഉണ്ടാക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സിനിമയിലല്ലേ കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുള്ളൂ. അപ്പോൾ ആ സിനിമ OTT-കാർ നല്ല പ്രൈസിന് എടുത്തോളും എന്നുള്ളത് പുള്ളിക്കറിയാം. ഇവർ ഈ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് എന്നൊക്കെയുള്ളതിനെ തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ആർഗ്യുമെന്റിനെ കാണാം. പിന്നെ നഷ്ടം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അമിത ലാഭ പ്രതീക്ഷയൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റും കുറച്ച് സ്റ്റാർ വാല്യൂ ഉള്ള ഒരു അഭിനേതാവിനെയും വെച്ച് കോടികൾ മുടക്കിയിട്ടുള്ള ചില പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വന്നിട്ടുണ്ടാവും. അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ പണ്ട് മുതലേ സംഭവിക്കാറുള്ളതാണ്. സിനിമ പൊട്ടി പാപ്പരായ പ്രൊഡ്യൂസേഴ്സിനെ ഈ താരങ്ങൾ പ്രതിഫല തുക കൂട്ടിയ കാലത്ത് മാത്രമല്ല, പണ്ടും നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ആരും അറിയാതെ എങ്ങും കേൾക്കാതെ കടത്തിണ്ണയിൽ ഒടുങ്ങിപ്പോയ പ്രൊഡ്യൂസർമാർ വരെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവരൊന്നും ഈ OTT-യും ഡിജിറ്റലും കണ്ട് സിനിമ എടുക്കാൻ ഇറങ്ങിയവരല്ല, തിയേറ്ററിൽ ഇട്ട് നല്ല പടം പൊട്ടിപ്പോയതാണ്. അന്നില്ലാത്ത ഒരു വേവലാതിയാണ് ഇപ്പോൾ വരുന്നത്. ആവശ്യങ്ങളും അന്നില്ലാത്തതാണ്. സിനിമ എന്ന് പറയുന്ന ബിസിനസിന്റെ തോൽവി സാധ്യത അല്ലെങ്കിൽ വിജയ സാധ്യത എന്ന് പറയുന്നത് അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലാണ് നിൽക്കുന്നത്. ലാഭ സാധ്യതകൾ കൂടി, ആ സാധ്യതകളെ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടണം. അത്തരം ക്വാളിറ്റിയുള്ള സിനിമകൾ ഉണ്ടാക്കപ്പെടാൻ ചിലപ്പോൾ കുറച്ചധികം പൈസ കയ്യിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ OTT-കാർ സിനിമ പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ അത്യാവശ്യം താരങ്ങളുടെ സാന്നിധ്യമുണ്ട്.
ഉണ്ടാവണം. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ മൊത്തം പൈസ ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്ന അത് ശരിയാണ്. ഇപ്പോൾ സമരത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് കേൾക്കുന്നു. സർക്കാർ അനുഭാവപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ അപ്പെക്സ് ബോഡി എന്ന് എഴുതി വച്ചിരിക്കുന്ന കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഇന്ന് ഈ കാണുന്ന അംഗങ്ങൾ മാത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായാൽ മതിയോ? അവിടേക്ക് കടന്നു വരേണ്ട സിനിമയുടെ നിർമ്മാണ, വിതരണ, പ്രദർശന മേഖലകളുടെ ഭാഗമായിട്ടുള്ള അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണ്ടേ? അങ്ങനെ ഉൾപ്പെടുത്താതെ എങ്ങനെയാണ് ഈ സംഘം പൂർണ്ണമാവുക? പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങളെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് പ്രാതിനിധ്യം കിട്ടിയിട്ടുള്ള ആളുകളുടെ ഒരു വിഭാഗം എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. വനിതകൾക്ക് വേണ്ടിയുള്ള റിസർവേഷനും ജാതിപരമായ റിസർവേഷനും എന്നൊക്കെ പറയുന്ന പോലെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ പറയുന്ന ഒരു അപ്പെക്സ് ബോഡിയിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാവണ്ടേ? ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പിൽ ഒരൊറ്റ വനിതാ പ്രാതിനിധ്യമില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗ്രൂപ്പിൽ ഇല്ല, എക്സിബിറ്റേഴ്സ് ഗ്രൂപ്പിലാണ് നമുക്ക് സുമ വി എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ കാണാൻ പറ്റുന്നത്. വേറെ സ്ത്രീകളാരുമില്ല. വനിതാ പ്രാതിനിധ്യം അത് വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഭിനേതാക്കളും ടെക്നീഷ്യൻസും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ സംഘടനയുടെ പേജുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത്തരം ചില അഭിപ്രായങ്ങൾ കൂടി പ്രകടിപ്പിക്കാൻ തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞതിനോട് നിർമ്മാതാക്കൾ ശക്തിയുക്തം പ്രതികരിക്കട്ടെ. അദ്ദേഹം പൈസ വാങ്ങാതെ ഒരു സിനിമയിൽ അഭിനയിക്കട്ടെ. മറ്റ് റൈറ്റ്സ് എല്ലാം കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പൈസ ഒഴിച്ച് മറ്റ് റൈറ്റ്സ് മുഴുവൻ കുഞ്ചാക്കോ ബോബൻ വാങ്ങിക്കട്ടെ. അപ്പോൾ പ്രൊഡ്യൂസറിനാണോ കുഞ്ചാക്കോ ബോബനാണോ ലാഭം കിട്ടിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജയ് മലയാള സിനിമ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.